Ladies and gentlemen, this is Adarsh and welcome to My Ganayadi. Written and directed by God. സോ പേര് കേൾക്കുമ്പോൾ ഹോളിവുഡ് പടമായിട്ടൊക്കെ തോന്നും. എന്നാൽ അങ്ങനെയല്ല, ഇതൊരു മലയാളം സിനിമയാണ്. 2025 ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇപ്പൊ OTT വന്നിട്ടുണ്ട്. മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. സൈജു കുറുപ്പ് ഉണ്ട്, അപർണ ദാസ് ഉണ്ട്, സണ്ണി വെയിൻ ഉണ്ട്. ഹൈലി റേറ്റഡ് ഫിലിമാണ്. IMDb ഞാൻ നോക്കുന്ന സമയത്ത് 7.1 എന്തോ ആയിരുന്നു ഈ സിനിമയുടെ റേറ്റിംഗ്. IMDbയുടെ റേറ്റിംഗ് നോക്കിയിട്ടല്ല പടങ്ങൾ കാണാറ്. എന്നാൽ കുറെ പേരുണ്ട്, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് പീപ്പിൾ. IMDb എന്തോ ദൈവത്തിന് തുല്യമാണ്, IMDbയുടെ റേറ്റിംഗ് അയ്യോ IMDb എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് എടുത്ത് പറഞ്ഞതാണ്. സോ ഇതൊരു ഫാന്റസി കോമഡി ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. സോ ഞാൻ ഈ സിനിമ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെയാണ് കണ്ടത്. സോ ഇത് ഡയറക്റ്റഡ് ബൈ ഇന്ന ആള്, പ്രൊഡ്യൂസ്ഡ് ബൈ ഇന്ന ആള്, അതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ UPSC ക്ലാസ്സിനൊന്നും അല്ലല്ലോ വന്നിരിക്കണം. അത്രയും കിടു വർക്കാണെങ്കിൽ അയ്യോ ആദിത്യ ധറിന്റെ പടം അങ്ങനെയൊക്കെ എടുത്തു പറയാം. ഇതിനൊന്നും അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. സോ ഇതിൽ നമ്മുടെ നായകൻ സൈജു കുറുപ്പ് ആളൊരു സിനിമാ ഡയറക്ടറാണ്. ഫസ്റ്റ് പടം വൻ ഹിറ്റ് ആയിരുന്നു. പിന്നീടൊക്കെ ഓലപ്പടക്കങ്ങളും മാലപ്പടക്കങ്ങളും ആറ്റം ബോംബും ആയിരുന്നു. അപ്പൊ ആളുടെ വൈഫായിട്ടാണ് നമ്മുടെ അപർണ ദാസ് അഭിനയിച്ചിരിക്കുന്നത്. സോ അണ്ണന് പടമൊന്നും കിട്ടുന്നില്ല പറഞ്ഞിട്ട് അണ്ണൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഒരു ദിവസം ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാവുന്നു. ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്കുന്നു. എന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് മിഡിൽ ഫിംഗർ കാണിക്കും. സോ ഇത് കണ്ട ദൈവം ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ സൈജു കുറുപ്പിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പിന്നെ നടക്കുന്ന പരിപാടിയൊക്കെ പറഞ്ഞു പോകുന്നത് സിനിമയാണ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. ഒരു ഏഞ്ചൽ ജോൺ വൈബ് അങ്ങനത്തെ ഒരു പടമാണ്. ഏഞ്ചൽ ജോണിനൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു പടമാണ്. ആൻഡ് ഈ ജോണറിൽ തന്നെ കുറെ സിനിമകൾ വന്നിട്ടുണ്ട്. സോ ഇതില് ദൈവമായിട്ട് നമ്മുടെ സണ്ണി വെയിനാണ്. വൻ പടം, കിടുപടം, അങ്ങനെ ബാഹുബലി ടൈപ്പ് പടം, അങ്ങനെ വലിയൊരു പടം എന്നൊന്നും പറയാനില്ല. ഒരു കൊച്ചു പടം, വേണമെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ കാണുന്ന ഒരു രീതിയിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കൊച്ചു പടമാണ്, എന്നാ വലിയ അപരാധം പിടിച്ച പടമായിട്ടൊന്നും തോന്നിയില്ല. നൈസ്. ഒരു ഷോർട്ട് ഫിലിം ഒക്കെ കാണുന്ന ഒരു മൂഡിലൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ടു തീർക്കാവുന്ന പടം. 1 മണിക്കൂർ 45 മിനിറ്റ് എന്തോ ഈ സിനിമയുള്ളൂ. ഈ സിനിമയിൽ മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ സൈജു കുറുപ്പിന്റെയും സണ്ണി വെയിന്റെ ഒരു കോംബോ ഉണ്ട്. ദാറ്റ് വാസ് വെരി നൈസ്. അവരുടെ ജോക്സും അവരുടെ ഈ കോമഡി സീൻസും അതേപോലെ സണ്ണി വെയിന്റെ ചില എക്സ്പ്രഷൻസ് ഒക്കെ രസമായിരുന്നു. സൈജു കുറുപ്പിന്റെ കംഫർട്ട് സോണാണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ. ഈ ഫീൽ ഗുഡ് കോമഡി പടങ്ങൾ, ഈ നിഷ്കളങ്കത, കേർട്ട്നെസ്, ഇതൊക്കെ അങ്ങേരുടെ കംഫർട്ട് സോൺ ആണ്. ആൻഡ് അതിൽ അങ്ങേര് പുലിയാണ്. അങ്ങേർക്ക് ഇടുവായിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കുന്നത്. ടുവേർഡ്സ് എന്റെ അത്യാവശ്യം നല്ലൊരു ഇമോഷണൽ സീൻ ഒക്കെ ഉണ്ട്. ഇതിൽ നെഗറ്റീവ് ആയിട്ട് പറയണ വെച്ചാൽ വൻ സംഭവമായിട്ടുള്ള പടമൊന്നും അല്ല. അത് തന്നെയാണ് മെയിൻ ആയിട്ട് നെഗറ്റീവ്. ദിസ് മൂവി ഹാസ് എ വെരി നൈസ് പ്ലോട്ട്. അത് പ്രോപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. ആൻഡ് ഇതിലത്തെ മ്യൂസിക് വർക്ക് ആക്രി സാധനം പറഞ്ഞാൽ ഇതിൽ ദൈവത്തിനൊരു പാട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പാട്ട് കേട്ടിട്ട് ദൈവം ഇറങ്ങി ഓടാതിരുന്നത് തന്നെ വലിയ കാര്യം പറയാനുള്ളൂ. വേസ്റ്റ് സാധനം. എന്തോ ഷാൻ റഹ്മാൻ മ്യൂസിക്കൽ എന്നൊക്കെ വണ്ടക്ക വലുപ്പത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. പെട്ടത്തേങ്ങ സാധനമാണ് ഇതിന്റെ മ്യൂസിക് വർക്ക്. വെരി പോർ. പിന്നൊന്ന് അപർണദാസ് ഒക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഓവർ ആക്ടിങ്. ഈ സിനിമ കണ്ടവർക്ക് അറിയാം, ഈ സൈജു കുറുപ്പും അപർണദാസും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. രണ്ടുപേരുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ഒരാള് ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെന്ന് മനസ്സിലാവും, മറ്റേതൊരു ബിഗിനർ ആണെന്ന് വളരെ വൃത്തിക്ക് മനസ്സിലാവും. അപർണദാസ് ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. എനിക്ക് അപർണദാസിന്റെ പൊതുവെ പടങ്ങളിലുള്ള പെർഫോമൻസ് തന്നെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നാറ്. കൊച്ചൊക്കെ ഇപ്പൊ ഫീൽഡ് ഔട്ട് ആയി പോയി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ പടമൊന്നും കാണാറൊന്നുമില്ല. സോ എല്ലാം കൂടി നോക്കുമ്പോ ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു പടം, അത്രേ ഉള്ളൂ. വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഈ സൈജു കുറുപ്പ് അതേപോലെ സണ്ണി വെയിൻ ആ കോംബോ കാരണം അത്യാവശ്യം കുറച്ച് നല്ല കോമഡി സീൻസ് ഉണ്ട്. ടുവേർഡ്സ് എന്റെ നല്ലൊരു ഇമോഷണൽ സീൻ ഉണ്ട്. നല്ല പെർഫോമൻസ് സൈജു കുറുപ്പിന്റെയും സണ്ണി വെയിന്റെയും. അത്ര ഒരു കൊച്ചു പടം, നല്ല പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാതെ വലിയ വലിയ പ്രതീക്ഷയൊക്കെ വെച്ച് പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇഷ്ടമാവില്ല. ചിലവർക്ക് ഇത് ഭയങ്കര ക്രിഞ്ച് പടമായിട്ട് തോന്നും, കൂതറ പടമായിട്ട് തോന്നും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒപ്പീനിയൻ ആൻഡ് പെർസ്പെക്ടീവ്സ്. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. സോ വേണ്ടവര് കണ്ടു നോക്കുക. റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് is streaming on Manorama Max.